ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യുന്ന വീഡിയോ ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റിനെ കുറിച്ചാണ്. പലർക്കും പരിചയം ഉണ്ടായിരിക്കും, ചില ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്താണെന്നറിയില്ല. റിലേ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. റിലേ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചാണ് റിലേ. നമ്മൾ പറഞ്ഞു റിലേ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഈ തരത്തിലുള്ള സ്വിച്ചുകളാണ് മെക്കാനിക്കൽ സ്വിച്ചുകൾ. ഇപ്പോൾ ഇത് നമ്മുടെ കോളിംഗ് ബെല്ലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്വിച്ചാണ്. പിന്നെ വരുന്നത് നമ്മൾ ലൈറ്റിനും ഫാനിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ സ്വിച്ച്. ഇത് ഫിക്സഡ് പൊസിഷനുകളാണ്. ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആയിട്ടിരിക്കും, ഓഫ് ചെയ്ത് വെച്ചാൽ ഓഫ് ആവും. ഓക്കെ, അടുത്ത സ്വിച്ച് കോളിംഗ് ബെല്ലിൻ്റെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ആവും, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. ഓക്കെ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരെണ്ണത്തിനൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. മറ്റേത് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട്, ഈ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് റിലേയുടെ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ ഈ സ്വിച്ചിന് 2 പോയിൻറ്റുകളുണ്ട്. ഇവിടെ നമ്മൾ 2 പോയിൻറ്റ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ കണക്ഷനിലേക്ക് കൊടുക്കുന്നത്. ഈ 2 കണക്ഷൻ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ നടുക്ക് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇതിൽ പ്രസ് ചെയ്യുന്നതിന് ഞാനിപ്പോൾ ഇവിടെ എയറോട്ട് കാണിക്കുന്നു, പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്പ്രിങ്, ഞാനിവിടെ ഒരു സ്പ്രിങ് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ സ്പ്രിങ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഞാൻ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രസ്സാവും. അപ്പോൾ ഇത് കണക്ഷനാവും, ഇങ്ങോട്ട് കണക്ഷനാവും. ഞാൻ എപ്പോൾ ഈ ഫോഴ്സ് റിമൂവ് ചെയ്യുന്നു, ഇത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും. ഓക്കെ, ഇതൊരു മെക്കാനിക്കൽ സ്വിച്ച്. ഈ മെക്കാനിക്കൽ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ പോയിൻറ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിലേയുടെ പ്രിൻസിപ്പിളിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ ചെയ്തത്? ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ സ്പ്രിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചു. ഇതൊരു മെറ്റൽ പീസാണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു മെറ്റൽ പീസാണെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ പീസ് ഈ മാഗ്നറ്റുമ്മിലേക്ക് അട്രാക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മൂവ് ചെയ്യും. ഞാൻ ഈ മാഗ്നറ്റ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇവിടെ ഞാനൊരു മാഗ്നറ്റ് വെച്ചു. ആ മാഗ്നറ്റ് ഇവിടെ ഒരു മെറ്റൽ പീസ് ആണെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ പീസ് മാഗ്നറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അട്രാക്റ്റ് ആവും. മാഗ്നറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇത് പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും. ഇതേ പ്രിൻസിപ്പിളാണ് നമ്മുടെ റിലേക്കകത്ത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ റിലേ വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി അനുസരിച്ചാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് അതിന് പറയുക. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കണ്ടക്ടറിന് ഒരു ഇൻഡക്ടർ ചുറ്റുവാണെങ്കിൽ, നമ്മുടെ അവിടെ നോർമലി കാണുന്ന ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഞാനൊരു ആണി എടുത്തിട്ടുണ്ട്. ആണി ഒരു കണ്ടക്ടറാണ്, മെറ്റലാണ്. അതിന് ചുറ്റും നമുക്ക് സാധാ കിട്ടുന്ന ഒരു കോപ്പർ വയർ ഞാൻ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പർ വയറിൽ ഞാനൊരു സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ആ സപ്ലൈ ഈ കണ്ടക്ടറിനെ അല്ലെങ്കിൽ ഈ ആണീനെ ഒരു മാഗ്നറ്റാക്കി മാറ്റും. അതിനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മുടെ റിലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി സപ്ലൈ വെച്ചിട്ടുണ്ട്. ഞാനത് 2 വയറായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലസ്സും ഉണ്ട്, ഒരു മൈനസും ഉണ്ട്. ഓക്കെ, പ്ലസ്സും മൈനസും തിരിഞ്ഞു പോയാലൊന്നും ഒരു പ്രോബ്ലം വരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു മൈനസ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. പ്ലസ്സും മൈനസും തിരിഞ്ഞു പോയാലൊന്നും പ്രോബ്ലം ഇല്ല. ഇവിടെ അടുത്ത പോയിന്റിൽ ഞാനിവിടെ പ്ലസ് കൊടുത്തു. ഓക്കെ, ഇവിടെ ഒരു സ്പാർക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിൽ വളരെ ചെറിയൊരു റെസിസ്റ്റൻസേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ സ്പാർക്ക് വരുന്നത്. ഓക്കെ, ഞാനിനി ഇവിടെ വേറൊരു മെറ്റൽ പീസ് എടുത്തു, ഇതിൽ ടച്ച് ചെയ്തു. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഇതാണ് ഈ ഒരു പരിപാടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സപ്ലൈ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട്. ഓക്കെ, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞാനിതിൽ സപ്ലൈ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഞാൻ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തും. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴത്തോട്ട് പോകും. ഓക്കെ, ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ റിലേക്കകത്ത് യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊരു റിലേ ഡെമോ വെച്ചിട്ട് നോക്കാം. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു വലിയ റിലേ ആണ് എടുത്തിട്ടുള്ളത്. ഈ വലിയ റിലേനകത്ത്
ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നേരത്തെ യൂസ് ചെയ്ത എക്സ്പെരിമെൻറ്റിൽ ഒരു ആണി ഉണ്ടായിരുന്നു, ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെറ്റൽ പീസ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു മെറ്റൽ പീസ് വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും നമ്മൾ നേരത്തെ ചുറ്റിയ പോലെ തന്നെ കോപ്പറും ചുറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ കോപ്പറിൽ നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഉള്ളിലുള്ള ആ മെറ്റൽ പീസ് ഒരു മാഗ്നറ്റായി മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റായ സംഭവം നമ്മുടെ നേരത്തെ മെക്കാനിക്കൽ സ്വിച്ചിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു മൂവ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്. ഈ പാർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പ്രിങ്ങിലാണ് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഈ ഒരു സ്പ്രിങ്. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിൽ ഇത് മേലേക്കായിട്ടിരിക്കുകയാണ്. എപ്പോഴാണോ ഞാൻ ഈ കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുന്നത്, അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആ മെറ്റൽ ബാറ് മാഗ്നറ്റായി മാറും. ഇവിടെ ഇത് ഇരുമ്പിൻ്റെ പാർട്ട് തന്നെയാണ്, അതിനെ അട്രാക്റ്റ് ചെയ്യും. അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വിച്ച് വർക്ക് ചെയ്യും. ഈ ഒരു വർക്കിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. നമുക്ക് ഈ റിലേയിലൊന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം, ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നതെന്നൊന്ന് ജസ്റ്റ് സപ്ലൈ കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഇവിടെ കണ്ടു നമ്മൾ 12 വോൾട്ടാണ്, അതുപോലെ 60 ഓമാണ്. അതായത് ഈ കോയിലിൻ്റെ വോൾട്ടേജാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബാറ്ററി വീണ്ടും എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 2 കണക്ഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ ആണിക്കും കോയിലിനും കോപ്പർ വയറിനും പറഞ്ഞതുപോലെ തന്നെ ഇതിന് പൊളാരിറ്റി ഒന്നുമില്ല. റിലേ എന്ന് പറയുന്ന ഡിവൈസിനും പൊളാരിറ്റി ഒന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ 2 പോയിന്റിൽ കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പോയിന്റ്, ഈ കോയിലിൻ്റെ ഒരു കണക്ഷൻ. ഈ ഒരു പോയിൻ്റാണ് ഒരു കണക്ഷൻ വരുന്നത്. അടുത്തൊരു പോയിന്റ് വരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്, ഇവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പോയിന്റിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ മൂവ്മെൻറ്റ്. ടച്ച് ചെയ്യുമ്പോൾ ഇത് അട്രാക്റ്റായി, അത് കഴിഞ്ഞ് റിലീസായി. വീണ്ടും ഇതിൽ ഞാനിവിടെ ടച്ച് ചെയ്തു, ഇത് അട്രാക്റ്റായി റിലീസായി. ടച്ച് ചെയ്യുമ്പോൾ ഇത് അട്രാക്റ്റായി റിലീസായി. ഇപ്പം ഇവിടെ നമ്മൾ സ്പ്രിങ്ങിൽ ടെൻഷൻ വരുന്നതും കാണാൻ പറ്റും. ഓക്കെ, റിലേക്കകത്ത് അതിനുള്ള കണക്റ്റേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിലേസ് ഉണ്ട്. SPST, SPDT, DPST, DPDT. അതായത് SPST എന്ന് പറഞ്ഞാൽ സിംഗിൾ ത്രോ, ഈ ഒരെണ്ണം ഉണ്ടാവില്ല, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ SPDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോൾ ഡബിൾ ത്രോ, 2 പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇനി അതുപോലെ DPST ഉണ്ട്, അതുപോലെ DPDT ഉണ്ട്. ഡബിൾ പോൾ സിംഗിൾ ത്രോയും അതുപോലെ തന്നെ ഡബിൾ പോൾ ഡബിൾ ത്രോയും ഡിഫറെൻറ്റ് ടൈപ്പ് റിലേ ഉണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ഇപ്പം നമ്മളിവിടെ ഒറ്റ കോണ്ടാക്റ്റും 2 പോയിൻറ്റ്സും ഉള്ള ഒരു റിലേ ആണ് എടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്ത റിലേയുടെ അത്ര വലുതല്ല, ചെറുതാണ്. ഇതിനകത്ത് ഇതിൻ്റെ കോയിൽ വോൾട്ടേജ് കൊടുക്കുന്നത് നമ്മൾ ഈ പോയിന്റിലാണ്, ഈ 2 പോയിന്റിലാണ് കോയിൽ വോൾട്ടേജ് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കോമൺ പോയിന്റ്. ഇത് രണ്ടാണ്, ഇത് നോർമലി കണക്റ്റഡ് പോയിന്റും ഇത് നോർമലി ഓപ്പൺ പോയിന്റും. അപ്പോൾ ഈ റിലേയും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ 12 വോൾട്ട് ബാറ്ററി വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളൊരു പോയിന്റിൽ കോയിലിൽ വോൾട്ടേജ് കൊടുത്തു. നെക്സ്റ്റ് നമ്മളിവിടെ അടുത്ത വോൾട്ടേജ് ഇവിടെ കൊടുത്തു. ഇത് സ്വിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് റിലേ. ഇനി ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് റിലേസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ 12 വോൾട്ടിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ള ചെറിയ ടൈപ്പ് ബോർഡിലൊക്കെ പ്ലേസ് ചെയ്യുന്ന റിലേ ആണ്. ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് വരുന്നത്, ഇത് നമുക്ക് മെക്കാനിക്കലി അതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് വരുന്നത്, ഇതൊരു സപ്ലൈ കോയിൽ വോൾട്ടേജാണ്, ഇത് അടുത്ത കോയിൽ വോൾട്ടേജാണ്, ഇത് കോമൺ പോയിൻറ്റ്, നോർമലി കണക്റ്റഡ്, നോർമലി ഓപ്പൺ. നമ്മളിവിടെ ടച്ച് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും, മൂവ്മെൻറ്റ് സൗണ്ട് കേൾക്കാൻ പറ്റും. ബട്ട് നമുക്ക് മെക്കാനിക്കലി അതിൻ്റെ മൂവ്മെൻ്റ് ഒന്നും കാണാൻ പറ്റില്ല. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് റിലേസ് അവൈലബിൾ ആണ്, പല ഷേപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു റിലേ വേറൊരു ടൈപ്പ് റിലേ ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് റിലേ, ഇതൊരു ടൈപ്പ് റിലേ ആണ്. ഇത് പോളുകൾ കൂടുതലുള്ള ഒരു ടൈപ്പ് റിലേ ആണ്.
നമ്പർ ഓഫ് പോൾസ് ഇതിനകത്ത് ഒരുപാട് കൂടുതലുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് റിലേയാണ് ഇത് വരുന്നത്. ഓരോ ആപ്ലിക്കേഷനനുസരിച്ചാണ് നമ്മൾ റിലേ ഏതാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. അതുപോലെ റിലേയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ചും ഇതിൻ്റെ ഈ പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചും ഒരു റിലേ സ്വിച്ച് ചെയ്യാനുള്ള ടൈം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് സ്വിച്ച് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസിൽ നമ്മളെപ്പോഴും ഇതേപോലെയുള്ള ചെറിയ റിലേകളാണ് യൂസ് ചെയ്യുക. ബട്ട് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ റിലേയുടെ ഇതിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റിംഗ് എഴുതിയിട്ടുണ്ടാവും. എത്ര റേറ്റിംഗ് വോൾട്ടേജും കറണ്ടുമാണ് ഇതിൻ്റെ പോയിൻറ്റുകളിലൂടെ പാസ് ചെയ്യാൻ പറ്റുമെന്ന്. ആ കറണ്ട്, അതായത് ഈ പോയിൻറ്റുകളിലൂടെ പാസ് ചെയ്യാൻ പറ്റിയ കറണ്ടും വോൾട്ടേജും റേറ്റിംഗ് ഉണ്ടായിരിക്കും. ചെറിയ റിലേയിൽ അതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റേറ്റിംഗ് ആയിരിക്കും. അതായത് ഇതിപ്പോൾ ഒരു 230 വോൾട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ കറണ്ട് റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞത് കുറവായിരിക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 230 യൂസ് ചെയ്യാൻ പറ്റും, കറണ്ട് റേറ്റിംഗ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. നമ്മൾ ആദ്യം കണ്ട റിലേയില്ലേ വലുത്, ഈ വലിയ റിലേ എന്ന് പറയുന്നത് മോട്ടർ 3 ഫേസ് മോട്ടറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന റിലേയാണ്. 3 ഫേസ് മോട്ടറിൻ്റെ. അപ്പോൾ ഇതിൽ വോൾട്ടേജ് 230 കൂടുതൽ 440 വോൾട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കറണ്ടും വളരെ കൂടിയ കറണ്ട് റേറ്റിംഗും ഇതിൻ്റെ പോയിൻറ്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പോയിൻറ്റുകൾ എന്ന് പറയുന്നത് കാർബൺ പോയിൻറ്റുകളാണ്. ഇതിൻ്റെ ഈ ഭാഗത്തെല്ലാം വരുന്നത് കാർബൺ പോയിൻറ്റുകളാണ്. ഇതിൻ്റെ കണ്ടക്ഷൻ കാർബൺ പോയിൻറ്റ്സ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ കാർബൺ പോയിൻറ്റ്സിൻ്റെ വെയർ ആൻഡ് ടയർ ആണ് റിലേക്ക് വരുന്ന മെയിൻ പ്രോബ്ലംസ്. അപ്പോൾ നമ്മളിത് ഓരോ പ്രാവശ്യം സ്വിച്ച് ചെയ്യുന്ന സമയത്തും ഈ കാർബൺ പോയിൻറ്റ്സിൽ വെയർ ആൻഡ് ടയർ ഉണ്ടാവും. അത് കാലാകാലത്തിൽ റിലേയുടെ കോണ്ടാക്ട്സ് ഡാമേജ് ആവുന്ന കാരണമാവും. അപ്പോൾ നമ്മുടെ സ്റ്റെബിലൈസറിലൊക്കെ യൂസ് ചെയ്ത റിലേ കുറേ കാലം വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ റിലേ കട്ടാവാതെ റിലേ വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് മെയിൻലി ഈ കാർബൺ പോയിൻറ്റ്സിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. ഇവിടെ സ്പാർക്ക് വന്നിട്ടാവാം, അതുകൂടെ ഇതിൻ്റെ മെക്കാനിക്കൽ മൂവ്മെൻറ്റുള്ള വെയർ ആൻഡ് ടയർ ആവാം. ഇതൊക്കെയാണ് റിലേയിൽ നോർമലി വരുന്ന പ്രോബ്ലംസും. ഈ റിലേയുടെ വർക്കിങ്ങും ഇതാണ് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ കണ്ട റിലേ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് റിലേ എന്ന കമ്പോണൻറ്റിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആയിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഈ റിലേനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞങ്ങൾ റിപ്ലൈ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും പറ്റും. ഞങ്ങളുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയുക. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ആണെങ്കിൽ മാക്സിമം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്സ്.